എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 2 ഞായറാഴ്ചയാണ്. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഓവറോൾ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലാണ് ഉള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഡൗൺ സൈഡിലേക്ക് വന്നു. ഏകദേശം 25,722 25,700 25,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,720 എത്തും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായും 25,720 25,711 വരെ വന്നു. അവസാനം 25,722 ക്ലോസ് ചെയ്തു. അതായത് പ്രീവിയസ് ഇയർലി ഹൈ ക്രോസ് ചെയ്ത് ഇപ്പോൾ അത് റീടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഓൾറെഡി ഓവറാൾ മാർക്കറ്റ് അപ് ട്രെൻഡിലാണുള്ളത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു വരുമ്പോൾ, ഒന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു. 25 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇന്ത്യ US ട്രേഡിംഗ് ഡീൽ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് 50% പ്രഖ്യാപിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിൽ ഒരു 15-16% എത്തിക്കും എന്നുള്ള ഒരു നെഗോസിയേഷൻ സ്പീച്ച് നടന്നതുകൊണ്ട് മാർക്കറ്റ് വളരെയധികം റാലി നടത്തുകയുണ്ടായി. മാത്രമല്ല, നേരത്തെ GSTയിൽ വന്ന ഇളവും ഒരു പ്രധാന കാരണം തന്നെയാണ്. GST ഇളവിന് ശേഷമാണ് മാർക്കറ്റ് കുറേശ്ശെ കയറാൻ തുടങ്ങിയത് തന്നെ. അതോടുകൂടി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങും അതോടൊപ്പം ഇന്ത്യ US ട്രേഡിംഗ് ഡീലിൽ വന്ന അയവും താരിഫിൽ വന്ന റെഡ്യൂസും എല്ലാം കൂടെ മാർക്കറ്റ് വളരെയധികം മുകളിലേക്ക് ഏകദേശം ആൾ ടൈം ഹൈയിനടുത്തേക്ക് എത്തി. എന്നാൽ 26,100 26,150 എന്നുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മല പോലെ നിൽക്കുകയാണ്. 26,100 മുകളിൽ പോയി കഴിഞ്ഞാൽ 26,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 26,275 എന്നുള്ള ആൾ ടൈം ഹൈയിലേക്ക് എത്തും. 26,277 എന്നുള്ള ആൾ ടൈം ഹൈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കറ്റ് 1,000 പോയിന്റ് വരെ റാലിക്ക് സാധ്യതയുണ്ട് എന്നല്ല, റാലി നടത്തും. അതിന് യാതൊരു സംശയമില്ല. ഒരു 28,500 29,000 ആ ലെവലിലൊക്കെ പോയിട്ടായിരിക്കും പിന്നീട് നിഫ്റ്റി നിൽക്കുക. അതുകൊണ്ട് തന്നെ ആൾ ടൈം ഹൈ, ഇപ്പോൾ നിലവിലുള്ള ആൾ ടൈം ഹൈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഫ്യൂച്ചർ ഹോൾഡ് ചെയ്യാം, പൊസിഷൻ എടുത്തു വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് നവംബർ 13 ബീഹാറിൽ നടക്കാനിരിക്കുന്ന ഇലക്ഷൻ, ആ ഇലക്ഷനിൽ ആർക്ക് അനുകൂലമാണ് ആ ഇലക്ഷൻ നടക്കുക, അതിനനുസരിച്ചായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകണമോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിൽ ക്രമേണ മുകളിലേക്ക് പോകും. പക്ഷേ സഡൻലി നവംബർ 13 നടക്കുന്ന ബീഹാർ ഇലക്ഷനിൽ ഇപ്പോൾ ഭരണ പാർട്ടിക്ക് അനുകൂലമായാണ് നീങ്ങുന്നതെങ്കിൽ തീർച്ചയായും നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു ഫാളും നമുക്ക് പ്രതീക്ഷിക്കണം. അതുവരെ മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിലായിരിക്കും. അതായത് ഇപ്പോൾ 25,700 26,100 ഈ ഒരു റേഞ്ച് ബൗണ്ടിലായിരിക്കും നിഫ്റ്റി ട്രേഡിംഗ് ആവുക എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും നാളെ മുതൽക്ക് നമുക്കത് വാച്ച് ചെയ്യേണ്ടി വരും. ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വേ ഒരു 400-500 പോയിന്റിനുള്ളിൽ ഒരു റേഞ്ച് ബോണ്ടായിട്ട് നിഫ്റ്റി ട്രേഡ് ആവും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. മറ്റൊന്ന്, സെബിയുടെ ഭാഗത്ത് നിന്നുള്ള സർക്കുലറിൽ ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് 14 ആക്കാനുള്ള തീരുമാനത്തിലാണ്. കാരണം ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളിൽ കേവലം 12 സ്റ്റോക്കുകളുള്ളൂ. അതിൽ ഏതെങ്കിലും ഇപ്പോൾ HDFC, ICICI ബാങ്ക്, SBI പോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ റാലി നടത്തി കഴിഞ്ഞാൽ ഹൈയിലെത്തും. അതേസമയം അതിലൊരു ഫാൾ വന്നു കഴിഞ്ഞാൽ ലോവിലേക്ക് പോകും. ഇതിനെ ചുവട് പിടിച്ച് നിഫ്റ്റിയും ഇത്തരത്തിൽ മൂവിങ് ആവും. അതേസമയം നിഫ്റ്റിയിൽ 50 സ്റ്റോക്കുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1-2 സ്റ്റോക്കുകൾ, ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ ഉണ്ടെങ്കിലും ആ സ്റ്റോക്കുകളിൽ പെട്ടെന്നൊരു റാലിയോ അല്ലെങ്കിൽ ഒരു ഡൗണോ വന്നു കഴിഞ്ഞാലും അത് നിഫ്റ്റിയെ സാരമായി ബാധിക്കില്ല. ഒരു
200 250 പോയിന്റൊക്കെ മാക്സിമം, അല്ലെങ്കിൽ ഒരു 300 പോയിന്റൊക്കെ മാക്സിമം ഒരു ട്രേഡിംഗ് ഡ്യൂറേഷൻ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെയല്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരേ സമയം 700 800 1000 പോയിന്റ് വരെ ഈ ഒരു ട്രേഡിംഗ് നടക്കുമ്പോൾ അതിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരേ സമയം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ലോസ് ആവാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 12 സ്റ്റോക്കുകളെ 14 സ്റ്റോക്കുകളാക്കണം എന്നുള്ളൊരു തീരുമാനം ഒരു സർക്കുലർ വഴി സെബി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വീക്കിലി എക്സ്പയറി സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള നേരത്തെ ഒരു തീരുമാനം സെബിയുടെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ വഴി വന്നിരുന്നു. പക്ഷേ അതിലിപ്പോൾ സെബിയുടെ ചെയർമാൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു അത്തരത്തിലൊരു നീക്കം സാധ്യമല്ല എന്നുള്ളത്. അതായത് വീക്കിലി എക്സ്പയറി നിർത്താൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് വളരെയധികം അതൊരു ബുദ്ധിമുട്ട് തന്നെയാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് കാണാം. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ വന്നതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ കഴിഞ്ഞ പ്രീവിയസ് വീക്കിൽ വന്ന ഫെഡറൽ റിസർവിൻ്റെ 25 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ്. GST നേരത്തെ തന്നെ GSTയിൽ വന്ന ഇളവ്, അതുപോലെ പ്രധാനമായും ഇന്ത്യ US ട്രേഡിംഗ് ഡീലും ചൈന US ട്രേഡിംഗ് ഡീലും ഇത് ഒരു പോസിറ്റീവ്, അതായത് രാഷ്ട്രങ്ങൾ തീരുമാനിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇന്ത്യയും ചൈനയും അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു താരിഫിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരികയാണെങ്കിൽ വീണ്ടും വേൾഡ് വൈഡ് തന്നെ മാർക്കറ്റുകളെല്ലാം തന്നെ നല്ലൊരു റാലി നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 14 തീയതി വരെ, ഈ വരുന്ന നവംബർ 14 തീയതി വരെ ഒരു റേഞ്ച് ബൗണ്ടിലായിരിക്കും നീങ്ങുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് തിരിച്ചും സംഭവിക്കാം, മാർക്കറ്റാണ്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,722 എന്നുള്ളതിൽ നിന്ന് ഇനി താഴേക്ക് വരികയാണെങ്കിൽ 25,660 എന്നുള്ളതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് താഴെ 25,350 എന്നുള്ള ഒരു റേഞ്ചിലും ആ ഒരു സോണിലും നല്ല ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 25,400 350 400 ആ ഒരു റേഞ്ചിലാണ് നെക്സ്റ്റ്. ഈ 660 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ളത്. അതേസമയം റെസിസ്റ്റൻസ് ആയിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇപ്പോൾ 25,900 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. നിഫ്റ്റി അവിടെ 25,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,000 26,100 26,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,277 എന്നുള്ള ആൾ ടൈം ഹൈയിലേക്ക് പോകാൻ അധിക ദിവസം വേണ്ടി വരില്ല. നെക്സ്റ്റ് വീക്ക് തന്നെ അത് സംഭവിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആൾ ടൈം ഹൈ ടു ഈ 25,700 ഈ ഒരു റേഞ്ചിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഈ ഒരു 14 തീയതി വരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 57,600 എന്നുള്ളതാണ് ഒരു സപ്പോർട്ട്. അതിന് താഴെ വീഴുകയാണെങ്കിൽ 56,750 എത്താനുള്ള സാധ്യത ഉണ്ട്. അതിനു മുൻപ് 56,950 എന്നുള്ളതിലൊരു ചെറിയ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. അതേസമയം അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 58,000 എന്നുള്ള ഒരു 1000 പോയിന്റ് പോസിറ്റീവിൽ ഒരു 58,000 എന്നുള്ള റേഞ്ചിലും, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 58,400 58,700 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാനുള്ളത്. ഇനി നമുക്ക് FISന്റെ ആക്ടിവിറ്റീസ് നോക്കാം. അവർ കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയാണ് 6,769 കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. അതേസമയം മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ FIS 2,346 കോടിയുടെ നെറ്റ് സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത്. അവർ നെറ്റ് സെല്ലിംഗ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതേസമയം ഫ്രൈഡേ 6,769 കോടിയുടെ സെല്ല് കഴിഞ്ഞാൽ തേഴ്സ്ഡേയും അവർ 3,000 കോടിയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം വെനസ്ഡേയും 2,500 കോടിയുടെ 540 കോടിയുടെ സെല്ലിംഗ് ആണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 10,340 കോടിയുടെ ബയ്യിങ് നടത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ തിങ്കളാഴ്ച 55 കോടിയുടെ സെല്ലിംഗ് ആണ്. അപ്പോൾ ചൊവ്വാഴ്ച മാത്രമാണ് അവരൊരു 10,000 കോടിയുടെ ബയ്യിങ് നടത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു 4 ദിവസത്തിലാണ് അവർ 13,000 കോടിയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. അതിൽ 10,000 പോയി കഴിഞ്ഞാൽ 2,346
കോടി രൂപ മന്ത്ലി വേസ്റ്റ് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അതേസമയം DISന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മാസം 52,794 കോടിയുടെ ബയ്യിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിലേക്ക് FIs കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 30,000 മുകളിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഈ നവംബർ 14 കൂടിയിട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നതാണ്. കാത്തിരുന്ന് കാണാം. പ്രീവിയസ് വീക്കിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 73 പോയിന്റ് നെഗറ്റീവിൽ 25,722 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി 57,776 76 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1,111 പോയിന്റ് പോസിറ്റീവിലാണ്. അതേസമയം ബാങ്ക് നിഫ്റ്റി 3,140 പോയിന്റ് പോസിറ്റീവിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇവൻസുകളൊന്ന് വാച്ച് ചെയ്യാം. നവംബർ 3 മൺഡേ ചൈനയിൽ നിന്ന് രാവിലെ 7:15 മാനുഫാക്ചറിംഗ് PMI ഡാറ്റ വരുന്നുണ്ട് ഒക്ടോബർ മാസത്തിലെ. രാത്രി 8:30 USA നിന്ന് ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റ വരുന്നുണ്ട് ഒക്ടോബർ മാസത്തിലെ. ഇനി ചൊവ്വാഴ്ചയാണുള്ളത്. രാവിലെ 9 മണിക്ക് ഓസ്ട്രേലിയയുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. രാത്രി 8:30 USAയുടെ ജോബ്ലെസ് ഓപ്പണിംഗ് ഡാറ്റ വരുന്നുണ്ട്. ഇനി ബുധനാഴ്ചയാണ് 8:30 USAയിൽ നിന്ന് ISM സർവീസ് PMI ഡാറ്റ വരുന്നുണ്ട്. ഇനി 6-ാം തീയതി വ്യാഴാഴ്ചയാണ് വൈകുന്നേരം 5:30. ഇനി വ്യാഴാഴ്ച പ്രത്യേകിച്ച് ഇവൻസുകളൊന്നുമില്ല. 7-ാം തീയതി വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ USAയിൽ നിന്ന് വൈകുന്നേരം 7 മണിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡാറ്റ വരുന്നുണ്ട്. 4.3 നിലവിൽ. എക്സ്പെക്ടേഷൻ 4.3 തന്നെയാണ്. അന്ന് തന്നെ നോൺ ഫാം പേറോൾസ് ഡാറ്റയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇവൻസുകളാണ് നെക്സ്റ്റ് വീക്ക് നടക്കാനിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വീക്ക്ലി ബേസിലൊന്ന് പരിശോധിക്കാം. നിലവിൽ 25,722 നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,660 സപ്പോർട്ട്. അതിന് താഴെ വരികയാണെങ്കിൽ 25,500. ഓക്കെ. അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 25,850 to 25,900 ഈ ഒരു സോണിലായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിഫ്റ്റി ആക്ട് ചെയ്യുക. 25,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,000 26,100 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 57,776 സ്പോട്ട് റേറ്റ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 57,600. ഓക്കെ. അതിന് താഴെ വീഴുകയാണെങ്കിൽ 57,300 നെക്സ്റ്റ് സപ്പോർട്ട്. അതിനും താഴേക്കൊക്കെ വരികയാണെങ്കിലാണ് നമുക്ക് 56,700 56,800 ആ ഒരു റേഞ്ചൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേസമയം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 58,000 ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിലേക്ക് പോയാൽ 58,500 58,600 ഈ റേഞ്ചിലേക്കൊക്കെ ബാങ്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യത കാണുന്നു. ഓക്കെ. അപ്പോൾ വീക്ക്ലി വൈസ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളൊന്ന് വാച്ച് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്ത സപ്പോർട്ട് 25,810 25,810 താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പോകാമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 25,810 ബ്രേക്ക് ഔട്ട് ചെയ്തു. നമുക്ക് 25,720 വരെ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 57,940 താഴെയാണ് എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പാനിക്കായിട്ട് എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവാം എടുത്തവർ. കാരണം ഒരു 100 പോയിന്റ് റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്താൽ ഒരു 150 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിലും ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട്
നമുക്ക് സപ്പോർട്ടായിട്ട് 57,650. ഓക്കെ, 57,650 താഴെ ബാങ്ക് നിഫ്റ്റി എൻട്രി എടുത്ത് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയതുപോലെ നമുക്ക് ചെറുതായിട്ട് ഒരു കൺഫർമേഷൻ അല്ല, ചെറുതായിട്ട് നോക്കാം. അത് താഴത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അതേസമയം ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിലായിട്ടാണ് നോക്കുകയാണെങ്കിലും താഴത്തേക്ക് വരാനുള്ള ടെൻഡൻസി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ഏതായിരുന്നാലും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. എങ്ങനെ എൻട്രി എടുത്ത് പോകുകയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് നിങ്ങൾ നിർബന്ധമായിട്ടും കെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മുടെ ക്യാപിറ്റൽ ഒരേ സമയം തന്നെ അടിച്ചു പോകുന്നതായിരിക്കും. ഇനി അഥവാ ബൈ ചാൻസ് റെസിസ്റ്റൻസ് ആണ് പോകുന്നെങ്കിൽ, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 58,000. ഓക്കെ, 58,000 മുകളിൽ എൻട്രി എടുത്ത് പോയാൽ മതിയാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് നെക്സ്റ്റ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ടെൻഡൻസി കാണുന്നില്ല, കഴിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ 25,650 വന്ന് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ ചെറിയ രൂപത്തിൽ എൻട്രി എടുത്ത് പോകാം എന്ന് മാത്രം. ഏതായിരുന്നാലും സപ്പോർട്ടായിട്ട് 25,700 എന്നുള്ള റേഞ്ച് വാച്ച് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 200 EMAക്ക് മുകളിൽ 25,850 മുകളിൽ നിഫ്റ്റി അപ്സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഇവിടെ ഈ 200 EMAക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും 914 EMAക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഇവിടെ ഒരു ജോയിൻറ്റ് കണക്ഷൻ വന്നതുകൊണ്ടും നിഫ്റ്റി അല്പം താഴത്തേക്ക് പോകാൻ തന്നെയാണ് നമുക്ക് വിചാരിക്കുന്നത്. നോക്കാം, നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ് ഇത്, എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ്, കൺഫേം അല്ല, ശ്രദ്ധിക്കുക. അപ്പോൾ 25,700, 25,850 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാളെ പരിശോധിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.